ശരിക്കും പറഞ്ഞാൽ ഈ പ്രാക്ടീസിങ്ങിന് ഇമ്പോർട്ടൻസ് വരുന്നത് കമ്പനീസ് ആക്ട് 2013 ശേഷമാണ് അതല്ല. അപ്പോൾ ആ കമ്പനീസ് ആക്ട് 2013 പിന്നെ സെബി ആക്ടിൽ ചേഞ്ചസ് വന്നതല്ല. കമ്പനീസ് ആക്ട് 2013 എന്ത് ചെയ്തു, KMP എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് കൊണ്ടുവന്നു. KMP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്പനി സെക്രട്ടറി പാസ്സായ ഒരാൾക്ക് ഡയറക്റ്റ് ബോർഡ് ലെവൽ അഥവാ കീ മാനേജർ പേഴ്സണലാണ്. അപ്പോൾ MD അല്ലെങ്കിൽ CEO അല്ലെങ്കിൽ CFO പറയുന്ന അതേ പൊസിഷനിലാണ് ഒരു CS ഡീൽ ചെയ്യുന്നത്. അപ്പോൾ വേറെ ഒരു കോഴ്സിനും ഇല്ലാത്ത ഒരു പ്രിവിലേജാണ് അതുള്ളത്. കമ്പനീസ് ആക്ട് 2013 അത് ഭയങ്കര ഒരു It is implemented on 1st April 2014. 2013 ആക്ട് ഇംപ്ലിമെന്റ് ആവുന്നത് 1st April 2014 ആണ്. അപ്പം അതിനുശേഷമാണ് ഈ ആക്ടിലുള്ള പല കാര്യങ്ങളും ഇതിലേക്ക് വരുന്നത്. ക്വാളിഫിക്കേഷൻ വെച്ചിട്ട് മാൻഡേറ്ററി ആയിട്ട് ഒരു അപ്പോയിൻമെന്റ് വരുന്ന ഏക ഒരു ക്വാളിഫിക്കേഷൻ CS ആണ്. ഇപ്പോൾ CFOയ്ക്ക് പോലും CA ആവണമെന്നോ അല്ലെങ്കിൽ CMA ആവണമെന്നൊന്നുമില്ല. പക്ഷേ CS എന്തായിരിക്കണം, നിർബന്ധമായിട്ടും ICSI ഒരു മെമ്പർ തന്നെ ആയിരിക്കണം.